ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃദാനനേന്തോ മമ വാജി വിജൃംഭതാം മുരാരേഃ മധുരിം ണ കണികാപി കാപി കാപി. മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂ നയനാഞ്ചലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അയി മുരളി മുകുന്ദ സ്നേര വക്ത്രാരവിന്ദ ശ്വസന മധുര സജ്ഞേ ത്വാം പ്രണമ്യാദ്യയാചേ. അധരമണി സമീപം പ്രാപ്തവത്യാം ഭവത്യാം കഥയ രഹസി കർണേ മദ്ദശാം നന്ദസൂനോ. മല്ലിയോർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. സസ്നേഹാദരമച്യുതേന ശനകൈഃ ഹസ്താംഗുലീലാളിതാം ആതാമ്രാധരചുംബിതാം അവിരണം രോമോത്സവാലങ്കൃതാം. സ്വൈരം പായയിതും സ്വചർവിതരസം ഹന്വാഹയന്തി സഖീഃ അത്യുച്ചൈർനിതരാം ഉദാരഹൃദയാം ആരാധയേ വംശികാം. ഗോപീജനങ്ങളോടൊപ്പം ശ്രീ ശിവബ്രഹ്മർഷിയോടൊപ്പം ചാണ്ഡില്യാദി ഋഷീശ്വരന്മാരോടൊപ്പം സുഹൃതനിധിയായിട്ടുള്ള ഭഗവാന്റെ ചെഞ്ചുണ്ടിന്റെ ആ സുഹൃതം അല്ലെങ്കിൽ ചെഞ്ചുണ്ടിന്റെ സുഹൃതം ആ മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ വേണുവിനെ ആ മുരളിയെ നമസ്കരിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ ഗോപികമാരെങ്ങനെയാണോ ആനന്ദം അനുഭവിക്കുന്നത് അതേപോലെ നമുക്കും ഇതാ ഒരവസരം ആ ഗോപികമാരുടെ ആനന്ദത്തിൽ ഒന്ന് പങ്കുചേരുവാൻ വേണ്ടിയിട്ട് ഭാഗവതത്തിന്റെ ഏറ്റവും മൂലമായിട്ടുള്ള ഈ ഗോപിക ഭക്തിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഗോപികമാര് ഭഗവാൻ മാടുമേയ്ക്കാൻ പോയ കഴിഞ്ഞാലുള്ള സമയത്ത് ആ കണ്ണനെ കുറിച്ച് തന്നെ പരസ്പരം ഉള്ളിൽ നിറച്ചുകൊണ്ട് ഗീതങ്ങളായിക്കൊണ്ട് അവരുടെ വാക്കുകളൊക്കെ ഗീതങ്ങളായിട്ട് മാറുന്ന ഒരു രംഗം. ഒരു ഗോപി കണ്ണന്റെ വേണുഗാനത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴേക്കും വേണുഗാനത്തിന്റെ എന്താണ് വേണുഗാനം കൊണ്ട് എന്താ സംഭവിക്കുന്നത് അടുത്ത ഗോപി. എല്ലാ യുഗളത്തിന്റെയും ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് വേണുഗാനം. കണ്ണൻ എന്താ ആ ചെഞ്ചുണ്ടിനോടുകൂടി ചേർത്ത് ആ വേണു അങ്ങോട്ട് പിടിച്ചപ്പോഴേക്കും അവിടെ ലയിച്ചു അല്ലെ, അതിലേക്ക് ആ സമാധിയിലേക്കായി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ആ സമാധി എന്ന് പറഞ്ഞാൽ ജീവസമാധി എന്നൊക്കെ പറയും. ശ്രീരാമകൃഷ്ണദേവനൊക്കെ സമാധിയില് 3 ദിവസമൊക്കെ നിൽക്കും എന്നാ പറയാ. ഒറ്റ കാലിൽ ഇങ്ങനെ നിൽക്കും സമാധി. ആ ഒരു സമാധി ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെയാണ് ലയം. ഇവിടെ അതുപോലെ തന്നെ ഗോപികമാരും ഒക്കെ അതെ ആ ഇതങ്ങോട്ട് ആ ഭഗവാൻ ആ വേണുവിലേക്ക് അങ്ങ് ചുംബിച്ചു എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ അതാണ് അനുഭവിക്കുകയാണ്. ആ അനുഭവം ശരിക്കും അവരുടെ ഉള്ളിലുള്ള കണ്ണനെ കുറിച്ചാണ് അവരുടെ ഇതിലേക്ക് വരുന്നത്. ഇങ്ങനെ വരുമ്പത്തി അവരവിടെ ലയിച്ചു പോയി. അവിടെ നേരെ എന്തായി പിന്നെ അത് പൂരിപ്പിക്കാൻ വേണ്ടി അടുത്ത ഗോപി വരുന്നു. ഇങ്ങനെ നമ്മൾ ആ കുറച്ച് യുഗളങ്ങൾ കഴിഞ്ഞു. 12 യുഗളങ്ങളാണ് ഉള്ളത്. അതിലിപ്പോ നമ്മള് ഇനി ഒരു 4 യുഗങ്ങളും കൂടി ഉള്ളൂ ശരിക്കും. അതെ, 1, 2, 3, 4 യുഗങ്ങളും കൂടെ നമുക്ക് ഇനി അതില്
ദാ ഇന്നത്തെ യുഗളത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. എന്താണ് ഗോപികമാര് പറയുന്നത്? മണിധര ക്വചിദാഗണയൻ ഗാം ആലയാദയിതാഗന്ധ തുളസ്യാഹ പ്രണയിനോനുചരസ്യ കഥാംസേ പ്രക്ഷിപൻ ഭുജമഗായതയത്രാം കൊണിതവേണുരവഞ്ചിത ചിത്താം കൃഷ്ണമന്വസത കൃഷ്ണഗൃഹിണ്യാം ഗുണഗണാർണമനുഗത്യ ഹരിണ്യോ ഗോപികാ ഇവ വിമുക്തഗൃഹാശ മണിധര ക്വചിദാഗണയൻ ഗാം. അവിടെ പറയാണ്, അവിടെ ധാരാളം മണികള് തൂക്കിയതായിട്ടുള്ള മാലകള്. മണിധര ക്വചിദാഗണയൻ ഗാം ആലയാദീത ഗന്ധ തുളസ്യ. കാരണം പശുവിനെ മേയ്ക്കാൻ പോകുമ്പോൾ ധാരാളം പശുക്കളുണ്ട്. അപ്പൊ ഈ പശുക്കളുടെ എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരുമ്പം യശോദാമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കുകയുള്ളൂ, അല്ലേ? പോകുമ്പം ഒരു 10-15 പശുക്കളെ കൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പം 3-4 പശുക്കളെ ഉണ്ടെങ്കിലോ ഇതാണോ ക്ഷേമം, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ അപ്പൊ ഇത് എന്ത് ചെയ്തു? നല്ല ശബ്ദം കേൾക്കുന്നതായിട്ടുള്ള ഒരു മണികള് ഉള്ള മാല ഭഗവാൻ ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അവിടെ. അപ്പം ആ പശുക്കളുടെ എണ്ണം തിട്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ നല്ല വലിയ മുത്തുമാല, അല്ലെ? രുദ്രാക്ഷമാലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മാല എടുത്തിട്ട് ജപിക്കും, അല്ലെ? ആ മാല കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ഒരു മുത്തുമണികളെ കൊണ്ടുള്ള മാലകൾ ധരിച്ച്, എന്നിട്ടോ അത് ആ മുത്തുമാല മാത്രമാണോ? നമ്മൾ രാവിലെ ധ്യാനത്തിലൊക്കെ പറയുന്ന പോലെ പിന്നെ തുളസിമാല, ഭഗവാൻ ഏറ്റവും വിശേഷമായിട്ടുള്ള തുളസിമാല. അപ്പം ആ തുളസിമാലയോടും കൂടി എന്നിട്ടോ ആ പിന്നെ ഗോപന്മാരുടെ കൂടി ഒരു നടത്തമുണ്ട് കണ്ണന്റെ, അല്ലെ? ഒരു ഗോപി ഇത് പറയാണ്, ആ കണ്ണൻ ആ മുത്തുമാലയൊക്കെ ഇട്ട് ആ തുളസിമാലയൊക്കെ ഇട്ട് ആ ഗോപന്മാരുടെ കൂടെ അങ്ങ് നടക്കുമ്പം പ്രണയിനോനുചരസ്യ കഥാംസേ, ആ അവരുടെ അംശദേശത്തില് ആ അവരുടെ എന്താണ് അനുചരന്മാരായിട്ടുള്ള ഗോപന്മാരുടെ ആ തോളത്തിങ്ങനെ കയ്യൊക്കെ വെച്ച് പ്രക്ഷിപൻ ഭുജമഗായതയത്ര, എന്റെ ഗോപി ആ ഒരു സ്റ്റൈല് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോപി അങ്ങ് പറയാണ്. ആ കണ്ണൻ പശുക്കളുടെ എണ്ണം പിടിക്കുവാൻ വേണ്ടി മുത്തുമാലയൊക്കെ ഇട്ട് തുളസിമാലയൊക്കെ അണിഞ്ഞ്, എന്നിട്ടോ ആ ശ്രീതാമാവിന്റെ കയ്യിൽ ഇങ്ങനെ തോളത്തിങ്ങനെ കയ്യും വെച്ചോണ്ട് ഒരു സ്റ്റൈലിൽ ഒരു നിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞു, ആ ഗോപിയുടെ കഥ കഴിഞ്ഞു. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. ആ നിൽപ്പില് ആ കണ്ണനിലെ ലയിച്ചു ആ ഗോപി. ഉടനെ അതങ്ങോട്ട് കൂട്ടിച്ചേർത്തു. എന്താണ്? കൊണിത വേണുരവഞ്ചിത ചിത്താം കൃഷ്ണമന്വസത കൃഷ്ണഗൃഹിണ്യാം ഗുണഗണാർണമനുഗത്യ ഹരിണ്യോ ഗോപിക ഇവ വിമുക്ത ഗൃഹാശാ. അവിടെ അങ്ങനെ ആ കൃഷ്ണൻ എവിടെയെങ്കിലും നിന്ന് ആ വേണുഗാനം ആരംഭിച്ചു കഴിഞ്ഞാല് ദാ വരികയായി ആര്? ഭഗവാൻ വേണുഗാനം ആരംഭിച്ചാൽ ധാരാളം ആൾക്കാർക്ക് ആ സന്തോഷം. ആർക്കൊക്കെയാണ്? നന്ദിനിക്കുട്ടികളെ പോലെയുള്ള പശുക്കുട്ടികൾക്ക് സന്തോഷം പോരാ, അവിടെയുള്ള മാൻപേടകൾ അവർക്ക് ഏറ്റവും വലിയ. കാരണം ഒന്നാമത്തെ കാര്യം, അല്ലെ, സംഗീതം ആസ്വദിക്കാൻ ഏറ്റവും മിടുക്കന്മാര് ഈ മാൻപേടകളാണ്. അപ്പൊ മാൻപേടകൾ അവര് ഓടി വരികയാണ് അവിടെ. അപ്പം കൃഷ്ണൻ അങ്ങോട്ട് ആ അധരത്തിലേക്ക് ആ മുരളി അങ്ങോട്ട് ചേർത്ത് വെക്കുമ്പോൾ ആ എന്താണ് മുരളീഗാനം അവിടെ നിന്ന് പുറത്തേക്ക് ഓടക്കുഴൽ വിളിക്കുമ്പോൾ അത് കേട്ട് ആകൃഷ്ടരായിക്കൊണ്ടുള്ള ആ കൃഷ്ണപത്നിമാര് എന്ന് പറയാം, അല്ലെ? പ്രത്യേകിച്ച് ആ മാനിലുള്ള എന്താണ് പെൺമാനുകൾ എന്ന് വേണേൽ പറയാം. അങ്ങനെയാണ്, പേടമാൻ എന്ന് പറയാം. കലമാനും പേടമാനും, അല്ലെ? ഇപ്പൊ പേടമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പെൺമാനുകളാണ്. അപ്പം അങ്ങനെയുള്ള ആ കൃഷ്ണമൃഗ പത്നിമാര്, മാന്റെ പത്നിമാരായിട്ടുള്ളവര്, അതീന്ദ്രിയ ഗുണങ്ങൾക്ക് സാഗരമായിട്ടുള്ള ആ ഭഗവാൻ, എല്ലാ ഗുണങ്ങളും നിറഞ്ഞതായിട്ടുള്ള ആ ഭഗവാന്റെ അടുത്തേക്ക് സമീപത്തേക്ക് അതിങ്ങനെ ഓടിയെത്തും അവിടെ. എന്നിട്ടോ അവിടെ വന്നിങ്ങനെ ആ ഭഗവാന്റെ മുരളിയിലെ ആ നാദം കേട്ട് തുള്ളിച്ചാടിക്കൊണ്ട് ആനന്ദിക്കുന്നു അവിടെ. അപ്പം അവര് പറയുകയാണ്,
യഥാർത്ഥത്തില് ഈ ഗോപികമായിട്ടുള്ള നമ്മളെ പോലും അല്ലെ, നമ്മെ പോലും അവയും ആ കുടുംബ ജീവിതത്തില് ആശയൊക്കെ കൈവിട്ട് എവിടെ വന്നു? ഭഗവാന്റെ അടുത്തേക്ക് വന്നു. നമ്മളും അങ്ങനെയല്ലേ ഉണ്ടായത് അല്ലെ? ഭഗവാനപിതാ രാത്രി ശരദോദ്ഫുല്ല മല്ലിക എല്ലാം വിട്ടു, മക്കളെയും ഭർത്താവിനെയും ഒക്കെ വിട്ട് നമ്മൾ ഓടി ചെന്ന് ആ ഭഗവാന്റെ അടുത്തേക്ക് ചെന്നത് എന്ന പോലെയാണ് ദാ ആ മാൻപേടകൾ മുഴുവൻ തന്റെ ഭർത്താക്കന്മാരെയും മക്കളെയും ഒക്കെ മറന്നുകൊണ്ട് ദാ ആ മാനും അപ്പൊ ഒരിക്കൽ പറഞ്ഞു എന്താണ്, ഞങ്ങളും നദിയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു ഒരു ഗോപി അല്ലെ. ആ നദിക്ക് പറ്റുന്നില്ല, ആ ഭഗവാന്റെ എന്താണ് തൃപ്പാദങ്ങളുടെ അടുത്ത് എത്താൻ സാധിക്കുന്നില്ല, എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല തിരമാലകളെ കൊണ്ട്. അതുപോലെയല്ലേ ഗോപികമാരെ നമ്മളിതാ ഇവിടെ ഇരിക്കുന്നു, കണ്ണൻ ദാ അവിടെ കാട്ടില് ഗോപന്മാരുടെ ഒപ്പം അവരങ്ങനെ ഇരിക്കുന്നു. എന്തൊരു ദുഃഖമാണ്. എനിക്കും ഞങ്ങൾക്കും നദികൾക്കൊക്കെ ഒരേ ദുഃഖം അവിടെ നദികളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, പേടമാനകളെ കൊണ്ടാണ്. ആ പേടമാനകൾക്കും പറ്റി ഈ വഞ്ചിക്കുന്ന കള്ളന്റെ അടുത്ത് എല്ലാം വിട്ടു പോകേണ്ട അവസ്ഥ വന്നു. നമ്മളെ പോലെ തന്നെ എല്ലാം വിട്ട് ആ മുരളീഗാനം കേട്ടുകൊണ്ട് അല്ലെ, ഹൃദയചോരനായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക് എല്ലാവരുടെയും ഹൃദയത്തെ ഇതാകുന്ന പോലെ തന്നെ ഇതാ പറ്റി, പേടമാനും അത് പറ്റി. അപ്പൊ പേടമാനും നമ്മളും ഒക്കെ ഒരേപോലെ ആയി എന്ന് പറയാണ് ഇവിടെ. അപ്പം ഭഗവാൻ ഉച്ചയ്ക്ക് ശേഷം അവിടുന്ന് എന്താണ് ആ പൈക്കളെയൊക്കെ കൊണ്ടുവരുവാനുണ്ട്, പുതിയ വസ്ത്രങ്ങളൊക്കെ മാറ്റി വിളിക്കും, എടുത്തുകൊണ്ട് ആ പശുക്കളെയൊക്കെ മടക്കി വിളിക്കുവാനുണ്ട്. പോകും. ആ പോകുന്ന സമയത്തോ അവിടെ ചെല്ലുമ്പോഴും ഇവർക്ക് സംശയമൊന്നുമില്ല. ഈ ഏത് വേഷം മാറി എന്ന് പറഞ്ഞാലും ആ മുരളീഗാനം കേട്ട് കഴിഞ്ഞാല് ഭഗവാന്റെ അടുത്തേക്ക് അവിടെ എത്തും ഈ പശുക്കളൊക്കെ. അങ്ങനെ ആ വൃന്ദാവനത്തില് പലതരത്തിലുള്ള ദിവ്യത്വമാർന്നതായിട്ടുള്ള ധാരാളം ഗോക്കളുണ്ട് എന്നാ പറയാ. വൃന്ദാവനത്തിൽ ചെല്ലണം പശുക്കളെ കാണണമെങ്കിൽ. പലതരത്തിലുള്ള പശുക്കള്, അതും ഓരോരോ രീതിയിൽ. അതായത് എന്താണ് ഈ വെള്ള, അതുപോലെ തന്നെ ചുമപ്പ്, പിന്നെ കപില നിറം, അതുപോലെ തനിക്കറുപ്പായിട്ട് മഞ്ഞ നിറത്തിലുള്ള പശുവുണ്ട്, നീല നിറത്തിലുള്ള പശു. കഴിഞ്ഞ ഞങ്ങള് വൃന്ദാവൻ യാത്രയ്ക്ക് പോയപ്പോഴാണ് നീല നിറത്തിലുള്ള പശു, നല്ല പക്ക നീല, ഭഗവാന്റെ കളർ പോലെ തന്നെ. അത് ചില ഒരു സ്ഥലത്ത് മാത്രമേ അത് കാണാറുള്ളൂ. അത് കാണുന്നത് വിശേഷമാണെന്ന് പറയാ വൃന്ദാവനത്തില്. ധാരാളം കാലം കൂടിയിട്ട് പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് ഒരു ഗ്രൂപ്പിന് അങ്ങനെയുള്ള നീല പശുക്കളെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് കേട്ടു. എന്തായാലും അവിടെ അതുപോലെ പലതരത്തിലുള്ള ഗോപി അണിഞ്ഞതായിട്ടുള്ള ഇത്, അതുപോലെ ഈ പശുവിന്റെ ഈ തലയ്ക്ക് മൃദംഗത്തിന്റെ ആകൃതിയാണ് ഭംഗിയാണെന്ന് പറയും. മൃദംഗത്തിന്റെ ആകൃതി ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്നതായിട്ടുള്ള എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള ശിരസുകളുള്ളതായിട്ടും ഒക്കെ ഇങ്ങനെ പലതരത്തിലുള്ള പശുക്കളെ അവിടെ കാണാൻ സാധിക്കും. അപ്പം ഈ യശോദയുടെ ഗൃഹത്തിലും അതെ ഇതുപോലെ തന്നെ പലതരത്തിലുള്ള പശുക്കളാണ്. മൃദംഗം പോലെ തന്നെ ഉള്ളത്, ഗോപി ഇതായിട്ടുള്ളത്, പച്ച പശുക്കള്, നീല പശുക്കള്. ഇതിനൊക്കെ ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തർക്കും ഓരോ രാഗം വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഓരോ രാഗങ്ങളിലൂടെ ഭഗവാൻ ആ വേണുഗാനം പൊഴിക്കുമ്പോഴേക്കും ആ പശുക്കൾ ഓടി 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 കണ്ണന്റെ അടുത്തേക്ക് എത്തും. അങ്ങനെ 108 മണികള് അല്ലെങ്കിൽ 108 ആ എന്താണ് സംഖ്യ എന്നുള്ള രീതിയിൽ ആ മണികളും തൂക്കിക്കൊണ്ട് ആ കണ്ണൻ ഓരോ പശുക്കളെയും വരുമ്പോഴത്തേക്കും ആ മണിമാലകളെ കൊണ്ട് അതിൽ എണ്ണം പിടിക്കുമെന്ന് പറയാണ്. അപ്പം ഓരോരോ രാഗങ്ങൾ ഓരോരോ പശുക്കൾക്ക് വെച്ചിരിക്കുകയാണ്. നന്ദിനിക്കുട്ടിക്ക് ദേവതി രാഗം, പാറക്കുട്ടിക്ക് ഹംസധ്വനി രാഗം, ഇങ്ങനെയൊക്കെ ഓരോ രാഗം അവിടുന്ന് ഭഗവാൻ ഓടക്കുഴലിലൂടെ വിളിക്കുമ്പോൾ ആ പശുക്കളൊക്കെ അവിടെ തന്നിലേക്ക് എത്തിച്ചേരും എന്ന് പറയാണ്. അങ്ങനെയുള്ള ആ യുഗളവും കൂടി നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. മണിധര കൊജിതാഗണയൻഗാം ആലയാദൈതഗന്ധ തുളസ്യാഹ പ്രണയിനോനുചരസ്യ കദാംസേ പ്രക്ഷിപൻ ഭുജമഗായതയത്രാം കൊണിതവേണുരവ വഞ്ചിത ചിത്താം കൃഷ്ണമന്വസത കൃഷ്ണഗൃഹിണ്യാം ഗുണഗണാർണമനുഗത്യ ഹരിണ്യോ ഗോപികായിവ വിമുക്തഗൃഹാശാഹ. ഇങ്ങനെയുള്ള ആ യുഗളവും കൂടി കണ്ണന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി നമുക്ക്